We shall now discuss about momentum. ഒരു ഫോഴ്സ് ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു നോ എബൌട്ട് ഇറ്റ്സ് മൊമെൻറ്റം. അപ്പോൾ ഒരു ഫോഴ്സ് ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റത്തിലാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. സോ ദി ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് ബൈ ഇറ്റ്സ് മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം സിമ്പിൾ പി ആണ്. ലീനിയർ മൊമെൻറ്റം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി. അപ്പോൾ ഇതിൻ്റെ SI യൂണിറ്റ് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് SI യൂണിറ്റ് ഓഫ് മൊമെൻറ്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഡയമെൻഷൻ എന്താണ്? മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് മാസിൻ്റെ ക്യാപിറ്റൽ M, വെലോസിറ്റി പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ L(T)⁻⁻1 ഇതാണ് ഡയമെൻഷണൽ ഫോർമുല. ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം? അപ്പോൾ നമുക്ക് ഒരു കൂടുതൽ മാസ് കൂടിയ ഒരു ബോഡിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സപ്പോസ് ടു ബോഡീസ്, one which is heavy and the other is light, both of them are moving with the same velocity. മാസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോഴ്സ് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ, ഹെവി ബോഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ മാസ് കൂടിയ ബോഡി പറയുമ്പോൾ അതിൻ്റെ മൊമെൻറ്റവും കൂടുതലായിരിക്കും. ഒരേ വെലോസിറ്റി ആണെങ്കിലും മാസ് കൂടിയ ബോഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ വി റിക്വയർ എ ഗ്രേറ്റർ ഫോഴ്സ്. ഇപ്പോൾ ഒരു ലോറിയും കാറും ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഗ്രേറ്റർ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ട്രക്ക്. ഇനി രണ്ട് ബോഡീസ് ഹാവിങ് ദ സെയിം മാസ്, ഇപ്പോൾ ഒരു കല്ലും ഒരു ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ, രണ്ടിൻ്റെയും മാസ് സെയിം ആണ്, പക്ഷേ വെലോസിറ്റി ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ ഏതിനാണ് കൂടുതൽ ഒപ്പോസിങ് ഫോഴ്സ് ആവശ്യം? ബുള്ളറ്റ് വിൽ റിക്വയർ എ ഗ്രേറ്റർ ഒപ്പോസിങ് ഫോഴ്സ്. കാരണം ബുള്ളറ്റിൻ്റെ സ്പീഡ് കൂടുതലാണ്, അതിൻ്റെ മൊമെൻറ്റം കൂടുതലാണ്. അപ്പോൾ മാസ് ഒരേതാണെങ്കിലും കൂടുതൽ സ്പീഡ് ഉള്ളതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഒപ്പോസിങ് ഫോഴ്സ് വേണം. അതേപോലെ കൂടുതൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു ഗിവൺ ടൈമിൽ ഗ്രേറ്റർ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഗ്രേറ്റർ വിൽ ബി ദ ഫോഴ്സ് ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ്. Also, force depends not only on the change in momentum but also on how fast the change is brought about. Force not only depends on the change in momentum, പക്ഷേ എത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടാവുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീസൺഡ് ക്രിക്കറ്റർ ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈ ഉള്ളിലേക്ക് വലിക്കും അല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയി ക്യാച്ച് ചെയ്യില്ല, കൈ ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് ക്യാച്ച് ചെയ്യുന്നത്. കാരണം എന്താണ്? ആ ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ സമയം എടുത്തിട്ട് കൈ ഉള്ളിലേക്ക് വലിച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ആ കയ്യിൽ ഉണ്ടാവുന്ന ഫോഴ്സ് കുറവായിരിക്കും. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ പോയി പിടിച്ച് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ വേദനിക്കും അല്ലേ. അപ്പോൾ if the change in momentum is brought about in a greater time, it will produce only a small force on his hand. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിക്കറ്റർ ഹി ഡ്രോസ് ഇൻ ഹിസ് ഹാൻഡ്സ്, ഡ്രോസ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കുന്നു, ഡ്രോസ് ഇൻ ഹിസ് ഹാൻഡ്സ് ഡ്യൂറിങ് എ ക്യാച്ച് അലൗവിങ് ഗ്രേറ്റർ ടൈം ഫോർ ദ ബോൾ ടു സ്റ്റോപ്പ്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം അനുവദിക്കും ബോളിന് സ്റ്റോപ്പ്, കൈ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കൂടുതൽ സമയം അനുവദിക്കുന്നു. അതുകൊണ്ട് കയ്യിൽ അത്ര കൂടുതൽ ഫോഴ്സ് എക്സേർട്ടഡ് ആവില്ല. ഇറ്റ് റിക്വയേഴ്സ് എ സ്മോൾ ഫോഴ്സ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ഡസ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം ബട്ട് ഓൾസോ ഓൺ ഹൗ ഫാസ്റ്റ് ദ ചേഞ്ച് ഈസ് ബ്രോട്ട് എബൌട്ട്. എത്ര സമയം എടുത്തിട്ടാണ് ഈ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത്. കൂടുതൽ സമയം എടുത്തിട്ടാണ് മൊമെൻറ്റത്തിന് ഒരു ചേഞ്ച് വരുന്നതെങ്കിൽ ഫോഴ്സ് കുറവായിരിക്കും. ഓക്കെ, then the same force acting for the same time causes the same change in momentum in different bodies. ഒരേ ഫോഴ്സാണ് ഒരേ സമയത്തേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ രണ്ട് ഡിഫറെൻറ്റ് ബോഡീസ് ആണെങ്കിൽ അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം സെയിം ആയിരിക്കും. ഇനി ഒരു ഇപ്പോൾ നമ്മൾ ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് അതിനെ വട്ടത്തിൽ കറക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ട ആ സർക്കുലർ മോഷന് വേണ്ട സെൻട്രിപീറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ അവർ ഹാൻഡ്സ്. അപ്പോൾ കൂടുതൽ സ്പീഡിൽ കറക്കണമെങ്കിൽ നമ്മുടെ കൈകൾ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം.
അതേപോലെ കുറച്ച് റേഡിയസ് ഓഫ് ദ നമ്മൾ ആ ചരടിൻ്റെ നീളം കുറച്ച് കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ചെറുതാക്കുകയാണെങ്കിൽ അപ്പോഴും സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ അവർ ഹാൻഡ്സ് വിൽ ഹാവ് ടു എക്സേർട്ട് ഗ്രേറ്റർ ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കറക്കുകയാണെങ്കിലും നമ്മളുടെ കൈകൾക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെന്തിനാണ്? കാരണം ദ ഡയറക്ഷൻ ഓഫ് മൊമെൻറ്റം ഈസ് ചേഞ്ചിങ്. നമുക്കറിയാം സർക്കുലാർ മോഷനിൽ ഒരു ബോഡി ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ് അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് ഓഫ് മോഷൻ. അല്ലെ, ഓരോ ഇൻസ്റ്റൻറ്റിലും ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി പറയുന്നത് അലോങ് ദ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നുണ്ട്. So force is necessary for changing the direction of momentum even if its magnitude is constant. So while rotating a stone in a horizontal circle with constant speed, we will have to exert, our hands will have to exert force to change the direction of momentum. അപ്പോൾ ഈ ഒബ്സർവേഷൻസിൽ നിന്ന് ന്യൂട്ടൺ എത്തിയ കൺക്ലൂഷനാണ് സെക്കൻഡ് ലോ ഓഫ് motion. According to the second law of motion, the force acting on a body is directly proportional to the rate of change of momentum. or അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ തിരിച്ചു പറയുന്നതാണ് ഉചിതം. the rate of change of momentum എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി. റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. rate of change of momentum by time is directly proportional to the force applied. and ഈ rate of change of momentum ഏത് ഡയറക്ഷനിലാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ എം ഇൻറ്റു ഡെൽറ്റ വി, ഇതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഇതിനെ തിരിച്ചെഴുതാം എഫ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ എഫ് equal to a constant k into delta p by delta t. ഇനി ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ളതിന് പകരം നമുക്ക് ഡെൽറ്റ പി എന്നുള്ളതിന് പകരം എം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇങ്ങനെ എഴുതാം അല്ലേ. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്താണ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. വെലോസിറ്റി ബൈ ടൈം ഈസ് ആക്സിലറേഷൻ. നൗ വി ആർ choosing k equal to 1. k equal to 1 ആവത്തക്ക വിധത്തിലാണ് നമ്മൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. വി ടേക്ക് k equal to 1 and we have the equation for force as F is equal to ma. അപ്പോൾ we can obtain this equation for force from Newton's second law of motion. According to Newton's second law, the rate of change of momentum is directly proportional to the applied force and takes place in the direction of force. അപ്പോൾ delta P by delta T proportional to force, like F equal to a constant into delta P by delta T. ഇനി ഡെൽറ്റ പി പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിലല്ല ചേഞ്ച്, വെലോസിറ്റിയിലാണ് ചേഞ്ച് വരുന്നത്. ഇതിൽ നമുക്ക് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടീനെ വേണമെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എന്നുള്ളതും കൂടി ചേർത്തിട്ട് ആക്സിലറേഷൻ എഴുതാം, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ്റെ വാല്യൂ. അപ്പോൾ എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് 1 SI യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 meter per second square ഓൺ എ ബോഡി ഓഫ് മാസ് 1 kilogram. എം 1 ആണ്, എ 1 ആണെങ്കിൽ എഫ് ഈക്വൽ ടു എം ഈക്വൽ ടു 1 kilogram, എ ഈക്വൽ ടു, അപ്പോൾ ഇതിൽ എം ഈക്വൽ ടു 1 kilogram ആൻഡ് ആക്സിലറേഷൻ ഈക്വൽ ടു 1 meter per second square. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ we have the force F is equal to 1 Newton. So 1 Newton is that force which produces an acceleration of 1 meter per second square on a body of mass 1 kilogram. ഇനി നമുക്ക് ഈ ന്യൂട്ടൺസ് ലോയിനെ, സെക്കൻഡ് ലോയിനെ കമ്പോണൻറ്റ് ഫോമിൽ എഴുതാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ. സോ എഫ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെറ്റ് കെ. മാസ് സ്കാലാറാണ്. ആക്സിലറേഷനും ഇതുപോലെ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെറ്റ് കെ എന്ന് എഴുതാം കമ്പോണൻസ് ആയിട്ട്. ഇനി ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അല്ലേ.
dp by dt where p is a vector equal to mx p equal to pxi plus pyj plus pzk. അപ്പോൾ ഇതിൽ നിന്ന് force is equal to a constant k into dp by dt. നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് is equal to constant k into dp by dt ആണ്. അപ്പോൾ fx എന്ന് എഴുതുകയാണെങ്കിൽ dpx by ഇതിലെ fx എടുത്ത് എഴുതുകയാണെങ്കിൽ dpx by dt that is equal to max. ഇതിൻ്റെ x കമ്പോണൻറ്റ് മാത്രം എടുത്ത് എഴുതി. fy എന്ന് പറഞ്ഞാൽ dpy by dt equal to may y കമ്പോണൻറ്റ്. അതേപോലെ നമുക്ക് z കമ്പോണൻറ്റും എടുത്ത് എഴുതാം.